കറാച്ചിയിലും ലാഹോറിലും ഇസ്ലാമാബാദിലും ആക്രമണം നടത്തിയെന്ന് സ്ഥിരീകരിച്ച് ഇന്ത്യൻ സൈന്യത്തിന്റെ വാർത്താ സമ്മേളനം. ചിത്രങ്ങൾ സഹിതമാണ് സംയുക്ത സേന തെളിവുകൾ പുറത്തുവിട്ടത്. പാകിസ്ഥാൻ സൈന്യവുമായോ ജനങ്ങളുമായോ ഇന്ത്യ സംഘർഷത്തിൽ ഏർപ്പെട്ടിട്ടില്ല. ഭീകരരെയും അവരുടെ കേന്ദ്രങ്ങളെയും തകർക്കുകയെന്നതാണ് ഇന്ത്യയുടെ ലക്ഷ്യം. എന്നാൽ പാകിസ്ഥാൻ ഭീകരരുടെ ഒപ്പം കൂടിയെന്നും ഇന്ത്യയുടെ തിരിച്ചടിയിൽ പാകിസ്ഥാന് വലിയ നഷ്ടമുണ്ടായെന്നും സംയുക്ത വാർത്താ സമ്മേളനത്തിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ മിലിറ്ററി ഓപ്പറേഷൻസ് ഡയറക്ടർ ജനറൽ മാർ വ്യക്തമാക്കി. ഇന്ത്യയുടെ യുദ്ധം ഭീകരതയോട് മാത്രമാണെന്ന് വ്യക്തമാക്കിയിട്ടും ഭീകരർക്ക് വേണ്ടി പാകിസ്ഥാൻ സൈന്യം ഇടപെട്ടത് ലജ്ജാകരമെന്ന് സംയുക്ത വാർത്താ സമ്മേളനത്തിൽ സേനാ വക്താക്കൾ പറഞ്ഞു. പാക് സൈന്യം നടത്തിയ എല്ലാ ആക്രമണങ്ങളെയും തടയാൻ ഇന്ത്യൻ സൈന്യത്തിന് കഴിഞ്ഞു. സൈന്യത്തിന്റെ ചെറിയ പ്രതിരോധ സംവിധാനം മാത്രമാണിപ്പോൾ ഉപയോഗിച്ചിട്ടുള്ളത്. മികച്ച സാങ്കേതിക സംവിധാനവും ഉദ്യോഗസ്ഥരുമായിരുന്നു ഇന്ത്യൻ വ്യോമ പ്രതിരോധത്തിന്റെ കുന്തമുന. ചൈന നിർമ്മിത PL-15 എയർ ടു എയർ മിസൈൽ, തുർക്കി നിർമ്മിത ഡ്രോണുകൾ അടക്കം പാകിസ്ഥാൻ ഉപയോഗിച്ചു. ശക്തമായ വ്യോമ പ്രതിരോധ സംവിധാനം ഉള്ളതിനാൽ ഇന്ത്യക്ക് നാശനഷ്ടം ഉണ്ടായില്ലെന്നും പാക് ആക്രമണങ്ങളെ തകർക്കാനായെന്നും എയർ മാർഷൽ AK ഭാരതി. Two area defense weapons like the air defense fighters and longer range surface to air missiles within our inventory. Additionally, the numerous waves of drones and unmanned combat aerial vehicles employed by Pakistan were also thwarted by the indigenously developed soft and hard kill counter US systems and the well-trained Indian air defense personnel. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആകാശ് പ്രതിരോധ മിസൈൽ ഉൾപ്പെടെ ഉപയോഗിച്ചാണ് പാകിസ്ഥാനിൽ ആക്രമണം നടത്തിയത്. കറാച്ചിയിലെ വ്യോമത്താവളം, ഇസ്ലാമാബാദിൽ നിന്ന് 10 കിലോമീറ്റർ അകലെയുള്ള നൂർഖാൻ വിമാനത്താവളം, രാജസ്ഥാൻ അതിർത്തിയോട് ചേർന്നുള്ള റഹിംയാർ ഖാൻ എന്നീ വ്യോമത്താവളങ്ങൾ തകർത്തതിന്റെ ദൃശ്യങ്ങളും സംയുക്ത സേന നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പുറത്തുവിട്ടു. പാകിസ്ഥാൻ ഉപയോഗിച്ച മിസൈലുകൾ തകർത്തതിന്റെ അവശിഷ്ടത്തിന്റെ ചിത്രങ്ങളും പുറത്തുവിട്ടു. കറാച്ചിയിലും ലാഹോറിലും ഇസ്ലാമാബാദിലും ഇന്ത്യ ആക്രമണം നടത്തിയെന്നും സൈന്യം സ്ഥിരീകരിച്ചു. 1970കളിലെ ആഷസ് ക്രിക്കറ്റ് സീരീസിൽ ഓസ്ട്രേലിയൻ പേസർമാരായ ജെഫ് തോംസണും ഡെന്നിസ് ലെല്ലിയും ഇംഗ്ലണ്ട് ബാറ്റിംഗ് ലൈനപ്പിനെ തകർത്തിരുന്ന രീതിയിലായിരുന്നു ഇന്ത്യയുടെ മൾട്ടി ലെയർ പ്രതിരോധമെന്നും ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഖായ്. That from ashes to ashes and from dust to dust. If Thomo don't get here, then Lily surely must. और अगर आप इस लेयर को देखें तो आप समझ जाएंगे कि मैं आपको क्या बताने की कोशिश कर रहा हूँ. तो अगर आप सारे सिस्टम्स को पार कर भी गए तो आपको फिर भी एयरफील्ड या लॉजिस्टिक इंस्टॉलेशन या जो भी चीज़ को आप टारगेट कर रहे हैं उसमें पहुंचने से पहले कोई ना कोई इस लेयर्ड ग्रिड का सिस्टम ज़रूर गिरा देगा. എന്നാൽ ഏതൊക്കെ തീവ്രവാദികൾ കൊല്ലപ്പെട്ടെന്ന ചോദ്യത്തോട് സൈന്യം പ്രതികരിച്ചില്ല. ജെയ്ഷെ മുഹമ്മദ് സ്ഥാപകൻ മസൂദ് അസറിന്റെ സഹോദരൻ അബ്ദുൽ അസർ റൌഫ് കൊല്ലപ്പെട്ടോ എന്ന ചോദ്യത്തിന് പല കാര്യങ്ങളും ഈ ഘട്ടത്തിൽ വെളിപ്പെടുത്താനാകില്ലെന്നാണ് സൈന്യം മറുപടി നൽകിയത്. 3 സേനകളുടെയും യോജിച്ച പ്രവർത്തനത്തിലൂടെ ഇന്ത്യൻ പ്രതിരോധത്തിന്റെ ശക്തി പാകിസ്ഥാന് മനസ്സിലായി. സൈന്യത്തിനൊപ്പം ഉറച്ചുനിന്ന സർക്കാരിനും സൈന്യത്തെ പിന്തുണച്ച 140 കോടി ജനങ്ങൾക്കും സേന നന്ദി അറിയിച്ചു. നേവി ഓപ്പറേഷൻസ് ഡയറക്ടർ ജനറൽ AN പ്രമോദ്, ADG സ്ട്രാറ്റജിക് കമ്മ്യൂണിക്കേഷൻ മേജർ ജനറൽ SS ശാരദ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.